നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ ചാനലിന്റെ പേര് ഇതായിരുന്നു, SM പ്രദേശ് കിച്ചൺ എന്നായിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് തിരിച്ചെടുക്കാൻ വയ്യാത്തൊരു ഇതായിപ്പോയി. നമ്മൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങുകയാണ്. അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ പഴയ ചാനലിനകത്ത് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല സബ്സ്ക്രൈബും ലൈക്കൊക്കെ നല്ല ഇതായി വന്നപ്പോഴാണ് നമ്മളെ ഈ ചാനൽ നഷ്ടപ്പെടുന്നത്. അതിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് നല്ല ചെയ്യണം. അപ്പം നമ്മളത് പുതിയൊരു വീഡിയോ ആയിട്ട് മുമ്പോട്ട് വരാൻ പോവുകയാണ്. പുതിയ ചാനലും അതിനുള്ള പുതിയൊരു വീഡിയോ. നമ്മൾ ഒരു കാട മന്തി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പം അതിനകത്ത് കടയിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ കാടക്കോഴിയെ വാങ്ങാൻ ഒരു കടയിൽ വന്നു. പിന്നെ മന്തിക്കുള്ള എല്ലാ സാധനവും ഇവിടെ തന്നെ കിട്ടും. അത് മാത്രമല്ല, ഇനി നമുക്ക് ബിരിയാണി വെക്കാനായാലും കപ്സ് വെക്കാനായാലും അതിൻ്റെ എല്ലാ ചേരുവകളും ഇവിടെ തന്നെ കിട്ടും. മന്തിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് മന്തിയുടെ പരിപാടി തുടങ്ങാം. നമ്മളൊരു 20 കാട എടുത്തിട്ടുണ്ട്. അതിപ്പോ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ കാടയ്ക്കുള്ള മസാലകൾ ചേർക്കാനുള്ള സാധനങ്ങൾ കാണിക്കാം. പൊടിക്കാനുള്ളത് കുറച്ച് പട്ട, തക്കോലം, ഒരു 10 ഗ്രാമ്പു, 10 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ചെറുജീരകം, പിന്നെ നമുക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പും മഞ്ഞപ്പൊടി, ഒരു നാരങ്ങ, ഉണക്ക നാരങ്ങ, ഇതെല്ലാം നമുക്ക് നല്ല പൊടിക്കണം. നല്ല ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് മസാല ആക്കാം. ഇത് പൊടിച്ചോണ്ട് വരട്ടെ. നമ്മൾ ഇതിനകത്തെല്ലാം 20 കാട നിരത്തി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ അതിന്റെ മസാല പുരട്ടാൻ പോവാ. മസാല പെട്ടെന്ന് പൊടി ഇങ്ങനെ ഇടുക. മസാല എന്നാ നമുക്ക് കറക്റ്റ് മന്തിയുടെ എല്ലാരും അതിപ്പോ റെഡ് കളർ കൊടുക്കുന്നതാ. നമ്മൾ പിന്നെ കളറ് കൊടുക്കുന്നില്ല. പിള്ളേരൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മള് കളറ് ഒഴിവാക്കിയതാ. പിന്നെ ആവശ്യമുള്ളവർക്ക് കളറ് ചേർക്കാം. നമ്മളിപ്പോ കളറ് ഇടുന്നില്ല. അപ്പൊ നമ്മൾ തിരിച്ചും ഇട്ട് അതിന്റെ ബാക്കിയുള്ള മസാല കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ കാട എല്ലാം മസാല എല്ലാം പുരട്ടി കഴിഞ്ഞു. ഞാൻപോ നമുക്കത് ഒരു 20 മിനിറ്റ് വെച്ചേക്കാം. ഒന്ന് മസാല ഒക്കെ ഇതിനകത്ത് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള. കാട ഇതിനകത്തോട് പറക്കി വെക്കുവാണ്. നമ്മള് മന്തിക്കുള്ള സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇതാ, കുഴിമന്തി റെഡിയാക്കുന്നു. നമ്മളിതെല്ലാം വെച്ച് കഴിഞ്ഞ് നമുക്കിത് അടയ്ക്കാം. അപ്പോൾ നമ്മൾ മന്തി റൈസിനുള്ള സവാള കുറച്ച് അരിഞ്ഞു മാറ്റാം. നമുക്ക് അതിനു വേണ്ടി 1/2 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ ആ തക്കാളി നമ്മൾ അതരിയാം. നമ്മൾ മന്തിക്ക് വേണ്ടി റൈസ് എടുത്തേക്കുന്ന വെച്ചാൽ ഗോൾഡൻ അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴുകി ഒരു 1.5 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ടേക്കണം കഴുകിയിട്ട്. മറ്റേതാന്ന് നമുക്ക് 1 മണിക്കൂർ ഇട്ടാൽ മതി. വൈറ്റ് റൈസ് ആണെങ്കിൽ 1 മണിക്കൂർ ഇട്ടാൽ മതി. ഇത് ഗോൾഡൻ റൈസ് ആണ്ട് 1.5 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇടണം. 1.5 മണിക്കൂറായത് വെള്ളം തോരാനായിട്ട് അത് വാരി കുട്ടയ്ക്കകത്തോട്ട് വെക്കാം. അത് വെച്ച് ചെമ്പ് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനിപ്പം 100 ഗ്രാം ബട്ടറാണ് എടുത്തേക്കുന്നത്.
സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കണം. കുറച്ച് RKG ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഞാൻ അരിഞ്ഞു വെച്ച സവാള എടുത്ത് ഇടുവാന്ന്. അതിനകത്ത് ആവശ്യമുള്ള തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്. അപ്പൊ നമ്മൾ അതിന് പാകത്തിനായി വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ പാകത്തിനായിട്ടുള്ള ഉപ്പാണ് നമ്മളിപ്പോ ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടെ വേണമെന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1 സ്പൂൺ മുളക് പൊടി, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, പെരിഞ്ജീരകം, ചെറുജീരകം, അക്കോലം, ഉണക്ക നാരങ്ങ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇടുക. മാഗി 2 പാക്കറ്റ് എടുത്ത് 2 പാക്കറ്റ് അതിനകത്ത് 4 പീസ് കാണും. 2 പാക്കറ്റ് ഇട്ട് അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഇതിന് 1 പാത്രം അരി ഇട്ടത്. അപ്പം നമുക്ക് ഇതിന് 1.5 പാത്രം വെള്ളം വെക്കണം. ഇതിന് വെള്ളം ഇളയായിട്ടുണ്ട്. നമുക്ക് അരി ഇടാം. മൂടി വെക്കാം. നമ്മളെ കാട റെഡി ആയിട്ടുണ്ട്. നമുക്കെടുത്ത് ഇനി അത് റൈസിനകത്തോട്ട് സെറ്റ് ചെയ്യാം. കാട ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുക. മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കാട പറക്കി വെക്കാൻ. നമ്മൾ 20 കാടയുണ്ട്. ആ കാട നിരത്തി വെച്ചിട്ട് നിരത്തി വെച്ചിട്ട് നമുക്ക് അതിനകത്തൊരു ചെറിയ പാത്രം വെച്ച് ഒരു കണലിട്ട് അതൊന്ന് പുകയ്ക്കണം. എന്നിട്ട് ദം ചെയ്യുകയാണ്. നമ്മൾ കുഴിയൊന്നും ഇല്ലാതെ ഒരു മന്തി ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പാത്രം വെച്ചിട്ട് അതിൽ കണലിട്ട് നെയ്യ് ഒഴിച്ച് പുകയ്ക്കുന്നത്. അത് ആ പുക അതിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് ഇനി അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ടേപ്പ് നല്ല ചുറ്റിയ അതിനകത്ത് ആ പുക പുറത്ത് പോവില്ല. അതിൻ്റെ മണം നമ്മളെ പൊട്ടിക്കുമ്പോൾ ആ മന്തിയുടെ മണം കറക്റ്റായിട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകൾ കുറച്ചുണ്ട്, അവർക്കും നമ്മളെ പിള്ളേരും ഉണ്ട്. പിള്ളേർക്ക് എല്ലാം കൊടുക്കാൻ വേണ്ടി കുറച്ച് 2 ഇല വെട്ടുന്ന. അത് കൊള്ളാം. ഇത് കണ്ട മക്കളെ കാട മന്തി എങ്ങനെ ഉണ്ട്? പെട്ടെന്ന് കഴിക്കുന്ന അന്നേരം. അപ്പൊ നമ്മളെ കുഴിമന്തി എങ്ങനെയുണ്ട്? പൊളി സാധനം. അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. ഈ കാടൻകോഴിയുടെ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൂപ്പറാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ കാടൻ മുട്ടയും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുക. അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഓക്കെ.